തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിലേക്ക് മറിഞ്ഞ പൈലിംഗ് യന്ത്രം ഉയർത്തിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചാണ് പൈലിംഗ് യന്ത്രം ഉയർത്തിയത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇനി ട്രാക്കിലൂടെയുള്ള സർവീസ് പഴയപടിയാവാൻ ഒരുപാട് സമയം വേണോ? എന്താണ് അറിയുന്ന വിവരം? ഇനി ഏതായാലും ട്രെയിൻ ഒന്നാം പ്ലാറ്റ്ഫോമിലൂടെ ഓടിത്തുടങ്ങാൻ കുറച്ചുകൂടി ഏതായാലും സമയം പിടിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അവിടെയുള്ള വൈദ്യുതി ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ നിന്ന് ആളുകളെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. 5 പ്ലാറ്റ്ഫോമുകളുള്ള തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ 3 പ്ലാറ്റ്ഫോമുകളിലൂടെ മാത്രമേ ഇതിൻ്റെ സർവീസുകൾ നടക്കുന്നുള്ളൂ. 2 പ്ലാറ്റ്ഫോമുകളിലില്ല. ആ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചരിഞ്ഞായിരുന്നു ഈ ക്രെയിൻ കിടന്നിരുന്നത്. അതേതായാലും ഉയർത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബോഡി ഭാഗം, ഈ പൈലിംഗ് യന്ത്രത്തിൻ്റെ ബോഡി ഭാഗം കുറച്ചുകൂടി ഇങ്ങോട്ട് പിറകിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ആ ദൗത്യം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആ പൈലിംഗ് യന്ത്രത്തിൻ്റെ ആ നീളമുള്ള ആ ഭാഗം, പൈലിംഗ് യന്ത്രം ഘടിപ്പിച്ചിരിക്കുന്ന ആ ഭാഗമാണ് അങ്ങോട്ടേക്ക് ചരിഞ്ഞു കിടന്നത്. അത് ഇങ്ങ് ഏറ്റവും സുരക്ഷിതമായി പുറകിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് കെട്ടിവലിക്കുകയാണ്. ഒപ്പം തന്നെ ക്രെയിൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ബോഡി ഭാഗം, അതായത് പൈലിംഗ് മെഷീൻ്റെ ബോഡി ഭാഗം മണ്ണിൽ പുതഞ്ഞതാകാം ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നുള്ളതാണ്. അതിൻ്റെ ഇടതുവശത്തെ ആ ഒരു ക്രെയിനിൻ്റെ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഏതായാലും കുറച്ചുകൂടി അതിൻ്റെ ബോഡി ഭാഗം പുറകോട്ട് വന്നാൽ മാത്രമേ സുരക്ഷിതമായി ഈ ദൗത്യം വിജയിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ ഏതായാലും ആ ചരിഞ്ഞു കിടന്ന ആ പ്ലാറ്റ്ഫോമിലേക്ക് ചരിഞ്ഞു കിടന്ന ആ ഭാഗം മുഴുവൻ ഇങ്ങ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്.